ഇന്ന് കുറച്ച് കണവ വാങ്ങിയായിരുന്നേ. ഞങ്ങളുടെ നാട്ടിൽ കണവയെന്നാണ് വിളിക്കുന്നത്. ചില നാട്ടിലൊക്കെ കണവയെ കൂന്തലെന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് കണവ വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കണവ ഫ്രൈയും കണവ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിക്കാമെന്ന്. പക്ഷേ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കുന്നത് അത്ര നല്ല ബുദ്ധിയല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രൈയും റോസ്റ്റും എല്ലാം കൂടി മിക്സായിട്ട് ഇതിൻ്റെ ഒരു ഇടയിലുള്ളൊരു പരുവം സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ കണവ പെരട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു. അത് ഭയങ്കര സിമ്പിളാട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും കൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയൊരു കഷ്ണം പുളി എന്നിവ നല്ല രീതിയിൽ അരച്ചെടുക്കാം. എന്നിട്ടെന്താ, ഈ അരപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കണവയിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ കണവയിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ പെരണ്ട് വരുന്ന പരുവത്തിലാണ് കേട്ടോ ഇത് തീ ഓഫ് ചെയ്യേണ്ടത്. ഞാൻ ഇതിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, പൊറോട്ട, അരിപ്പത്തിരി, അപ്പം, ദോശ എല്ലാത്തിൻ്റെയും കൂടി നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.